പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 2025 ലോഗോസ് ക്വിസ് ബൈബിൾ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബൈബിൾ റീഡിങ്ങിൻ്റെ പോർഷൻസ്: ന്യായാധിപന്മാർ 11 തുടങ്ങി 21 വരെ അധ്യായങ്ങൾ, പ്രഭാഷകൻ 41 തുടങ്ങി 50 വരെ, വിശുദ്ധ ലൂക്കാ സുവിശേഷം 17 തുടങ്ങി 24 വരെ അധ്യായങ്ങൾ, എഫേസ്യർ 1 തുടങ്ങി 6 വരെ ഉള്ള അധ്യായങ്ങളാണ്. ആദ്യം തന്നെ ന്യായാധിപന്മാർ 11 അധ്യായം നമുക്ക് ശ്രവിക്കാം. ന്യായാധിപന്മാർ 11 അധ്യായം 1 തുടങ്ങി 20 വരെയുള്ള വാക്യങ്ങൾ. ഗിലെയാദുകാരനായ ജെഫ്ത ശക്തനായ സേനാനിയായിരുന്നു. പക്ഷേ അവൻ വേശ്യാപുത്രനായിരുന്നു. ഗിലെയാദ് ആയിരുന്നു അവൻ്റെ പിതാവ്. ഗിലെയാദിന് സ്വഭാര്യയിലും പുത്രന്മാർ ഉണ്ടായിരുന്നു. അവർ വളർന്നപ്പോൾ ജെഫ്തായെ പുറന്തള്ളിക്കൊണ്ട് പറഞ്ഞു, ഞങ്ങളുടെ പിതാവിൻ്റെ അവകാശം നിനക്ക് ലഭിക്കുവാൻ പാടില്ല. നീ അന്യ സ്ത്രീയുടെ മകനാണല്ലോ. അപ്പോൾ ജെഫ്ത തൻ്റെ സഹോദരന്മാരിൽ നിന്ന് ഓടിപ്പോയി തോബ് എന്ന സ്ഥലത്ത് ചെന്ന് താമസിച്ചു. ഒരു നീചസംഘം അവനോട് ചേർന്ന് കൊള്ള ചെയ്ത് നടന്നിരുന്നു. അക്കാലത്താണ് അമ്മോന്യർ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നത്. അപ്പോൾ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാർ ജെഫ്തായെ തോബ് ദേശത്ത് നിന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോയി. അവർ ജെഫ്തായോട് പറഞ്ഞു, അമ്മോന്യരോടുള്ള യുദ്ധത്തിൽ നീ ഞങ്ങളെ നയിക്കണം. ജെഫ്ത ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ വെറുക്കുകയും എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്തില്ലേ? അപകടത്തിൽപ്പെട്ടപ്പോൾ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിരിക്കുന്നുവോ? ശ്രേഷ്ഠന്മാർ ജെഫ്തായോട് പറഞ്ഞു, നീ ഞങ്ങളോട് കൂടി വന്ന് അമ്മോന്യരോട് യുദ്ധം ചെയ്യേണ്ടതിനും ഗിലെയാദ് നിവാസികളായ ഞങ്ങളെല്ലാവരുടെയും നേതാവായിരിക്കേണ്ടതിനും തന്നെയാണ് ഞങ്ങൾ നിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. ജെഫ്ത അവരോട് പറഞ്ഞു, അമ്മോന്യരോട് പോരാടാൻ നിങ്ങൾ എന്നെ കൊണ്ടുപോവുകയും കർത്താവ് അവരെ എനിക്ക് ഏൽപ്പിച്ചു തരികയും ചെയ്താൽ ഞാൻ നിങ്ങളുടെ നേതാവാകും. ശ്രേഷ്ഠന്മാർ പ്രതിവചിച്ചു, കർത്താവ് നമുക്ക് സാക്ഷിയായിരിക്കട്ടെ. നീ പറയുന്നത് പോലെ ഞങ്ങൾ ചെയ്യും, തീർച്ച. അവൻ ഗിലെയാദിലെ ശ്രേഷ്ഠന്മാരോടുകൂടെ പോയി. ജനം അവനെ നേതാവായി സ്വീകരിച്ചു. മിസ്മായിൽ കർത്താവിൻ്റെ മുൻപിൽ വെച്ച് ജെഫ്ത ജനങ്ങളോട് സംസാരിച്ചു. ജെഫ്ത ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് ചോദിച്ചു, എൻ്റെ ദേശത്തോട് യുദ്ധം ചെയ്യാൻ നിനക്ക് എന്നോട് എന്താണ് വിരോധം? അമ്മോന്യ രാജാവ് ജെഫ്തായുടെ ദൂതന്മാരോട് പറഞ്ഞു, ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് വന്നപ്പോൾ അർണോൺ മുതൽ ജബോക്കും ജോർദാനും വരെയുള്ള എൻ്റെ സ്ഥലം കൈവശപ്പെടുത്തി. അതിപ്പോൾ യുദ്ധം കൂടാതെ എനിക്ക് തിരികെ കിട്ടണം. ജെഫ്ത വീണ്ടും ദൂതന്മാരെ അയച്ച് അമ്മോന്യ രാജാവിനോട് പറഞ്ഞു, ജെഫ്ത ഇങ്ങനെ അറിയിക്കുന്നു, മോവാബ്യരുടെയോ അമ്മോന്യരുടെയോ ദേശം ഇസ്രായേൽ കൈയടക്കിയില്ല. അവർ ഈജിപ്തിൽ നിന്ന് വരും വഴി മരുഭൂമിയിൽ കൂടി ചെങ്കടൽ വരെയും അവിടെ നിന്ന് കാദേശ് വരെയും എത്തി. ഇസ്രായേൽ അന്ന് ഏദോം രാജാവിനോട് ദൂതന്മാർ വഴി നിന്റെ ദേശത്തിലൂടെ കടന്നു പോകാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ അവൻ അത് സമ്മതിച്ചില്ല. മോവാബ് രാജാവിനോടും അവർ ആളയച്ച് പറഞ്ഞു, അവനും സമ്മതിച്ചില്ല. അതിനാൽ ഇസ്രായേൽ കാദേശിൽ തന്നെ താമസിച്ചു. അവർ മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഏദോമും മോവാബും ചുറ്റി മോവാബിന് കിഴക്ക് എത്തി അർണോൺ മറുകര വരെ താവളമടിച്ചു. മോവാബിൽ അവർ പ്രവേശിച്ചതേയില്ല. മോവാബിൻ്റെ അതിർത്തി അർണോൺ ആണല്ലോ. ഇസ്രായേൽ ഹെഷ്ബോണിലെ അമോര്യ രാജാവായ സീഹോൻ്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് നിങ്ങളുടെ ദേശത്തുകൂടി ഞങ്ങളുടെ സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചു. എന്നാൽ തൻ്റെ ദേശത്തുകൂടി ഇസ്രായേലിനെ കടത്തിവിടാൻ സീഹോന് വിശ്വാസം വന്നില്ല. മാത്രമല്ല, സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി യഹാസിൽ താവളമടിച്ച് ഇസ്രായേലിനോട് പൊരുതി. കർത്താവിൻ്റെ വചനം.